So hello guys, ഇപ്പം എന്നെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഫോളോ ചെയ്യുന്ന കാര്യമായിരിക്കും. ഞാൻ യൂട്യൂബ് റിവ്യൂ ഇട്ടായിരുന്നു വണ്ടിക്ക് പണി കിട്ടിയ കാര്യം. ഇൻസ്റ്റയിൽ കുറേ നാളത്തെ ആക്റ്റീവ് അല്ലായിരുന്നു. മെയിൻലി എൻ്റെ വണ്ടി എൻ്റെ കയ്യിലാണ് കേട്ടോ. വണ്ടി ഇപ്പം ഷോറൂമിലായിരുന്നു. വണ്ടിക്ക് ചെറുതായിട്ട് ബ്രേക്ക് ഹോസ് പോയായിരുന്നു, പിന്നെ ക്ലസ്റ്റർ പൊട്ടിപ്പോയായിരുന്നു. സോ അതെല്ലാം വാറണ്ടി മാറ്റാൻ ഇരിക്കുകയായിരുന്നു. അങ്ങനെ എന്നോട് 2 months ആയിട്ട് വണ്ടി സർവീസ് സെൻ്ററായിരുന്നു. ആൻഡ് ഫസ്റ്റ് 1 month വേറെ സർവീസ് സെൻ്ററിലായിരുന്നു. ബട്ട് എനിക്ക് അവിടുത്തെ അത്രയായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ പേര് ഞാൻ പറയാം, സർവീസിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. ബട്ട് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് എംപയർ കാഴിക്കോട്ടം മോട്ടോഴ്സിലാണ്. ആൻഡ് പറയാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സർവീസ് സൂപ്പർബാണ്. എനിക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ക്ലസ്റ്റേഴ്സ് ആയാലും എല്ലാം മാറി തന്നിട്ടുണ്ട്. ആൻഡ് ബ്രേക്ക് ഹോസ് ആയാലും എല്ലാം ജസ്റ്റ് ബ്രേക്ക് ഹോസ് ഹിമാലയൻ്റെ കിട്ടാൻ കുറച്ച് നല്ല പാടാണ്, എസ്പെഷ്യലി BS6-ൻ്റെ. സോ അവർ പെട്ടെന്ന് തന്നെ എമർജൻസി ഓർഡറൊക്കെ ചെയ്ത് ചെന്നൈയിൽ വരുത്തിയിട്ടുണ്ട്. സോ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഞാൻ വീടെത്തി പറഞ്ഞുതരാം. ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോവാണ്. സോയാ വണ്ടി എല്ലാം ഓക്കെ കിട്ടിയിട്ടുണ്ട്. അറൗണ്ട് ഒരു 2 months എടുത്തു. ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് 1 month വേറെ വർക്ക്ഷോപ്പിലായിരുന്നു, ഇപ്പം 1 month എംപയറിലായിരുന്നു. ആൻഡ് ദേ ഹാവ് ഡൺ വെൽ. ഓക്കെ, സംഭവം വെച്ചാൽ ഈ ഇതിൻ്റെ ബ്രേക്ക് ഹോസ് ഇടാൻ കുറച്ച് പാടാണ് BS6-ൻ്റെ മെയിൻലി. ആൻഡ് എൻ്റെ ക്ലസ്റ്റർ എങ്ങനെ പോയെന്നറിയില്ല. ലൈക്ക് കുറേ BS6 ഓണേഴ്സ് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചായിരുന്നു, ഇങ്ങനെ ക്ലസ്റ്ററിന് കുഴപ്പമുണ്ട്, ക്ലസ്റ്റർ പൊട്ടിപ്പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാനൊരു വീഡിയോ ഇട്ട ശേഷം ആൻഡ് എൻ്റെയും ക്ലസ്റ്ററിന് ചെറിയ ശോകമായിരുന്നു. ഇടയ്ക്ക് വെച്ച് വണ്ടി അകത്ത് പൊട്ടിപ്പോയായിരുന്നു. ഇങ്ങനെ ഒരു ഹയർ RPM-ലൊക്കെ ഒരു വണ്ടി റിവ്യൂ ചെയ്യുമ്പം വണ്ടിയിൽ ഇങ്ങനെ ഫുള്ള് വൈബ്രേഷൻ ആയിരുന്നു. അപ്പോൾ അതെല്ലാം മാറുണ്ട്, കാണിച്ചു തരാം. ആ ഡേറ്റൊക്കെ ടൈമൊക്കെ കുറച്ച് തെറ്റി കിടക്കുവാണ്. ബട്ട് സ്റ്റിൽ ഇതാണ് പുതിയ ക്ലസ്റ്റർ. 9.8 kilometers പോയുള്ളവരായിട്ടും. ആൻഡ് ഇപ്പം വണ്ടിയിൽ അങ്ങനത്തെ ഒരു വൈബ്രേഷനും കാണുന്നില്ല. വണ്ടി ഇപ്പോൾ റിവ്യൂ ആണെങ്കിൽ നോ വൈബ്രേഷൻസ് അറ്റ് ഓൾ. ഒരു വൈബ്രേഷനും ഇല്ല. ഇപ്പോൾ പക്കയായിട്ടുണ്ട് വണ്ടി, നോ സീൻ. പിന്നെ ബ്രേക്ക് ഹോസ് ഇതാ ഞാൻ കാണിച്ചത്, മറ്റേ റീൽസിൽ ഞാൻ കാണിച്ചായിരുന്നു വണ്ടിയുടെ ബ്രേക്ക് ഹോസ് വർക്ക് ചെയ്യുന്നില്ല, ബ്രേക്ക് ഹോസ് പൊട്ടിപ്പോയെന്ന് പറഞ്ഞിട്ട്. അതും ഒക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഈ മെയിൻലി അവരൊന്നും പറഞ്ഞില്ല, ലൈക്ക് ഈ ക്ലസ്റ്ററിന് എല്ലാം ഇപ്പം ചെറുതായിട്ട് ശോകമാണെന്ന് മിക്കവരും പറഞ്ഞായിരുന്നു. ലൈക്ക് അവർ ഉൾപ്പെടെ എംപയർ മോഡൽസ് ആൾക്കാർ ഉൾപ്പെടെ BS6-ൻ്റെ ക്ലസ്റ്റർ കുറച്ച് സീനെന്ന് പറയുന്നു. സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് അവരുടെ ഷോറൂമിൽ കാണിക്കുക ആൻഡ് ദേ വിൽ ഡു ഇറ്റ് ഫോർ യു. നല്ല ഷോറൂംസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തു തരും, വലിയ ഡിലേ ഒന്നും ഉണ്ടാകത്തില്ല. ഇപ്പം ഞാൻ ഇപ്പം എംപയർ കാണിച്ചപ്പോൾ ജസ്റ്റ് വിത്തിൻ 2 weeks എനിക്ക് എല്ലാം പ്ലേസ് ആക്കി എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട്. സോ ഐ ആം താങ്കിങ് എംപയർ മോട്ടോഴ്സ് ഫോർ ലൈക്ക് എന്താ പറയുക, പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യുന്നതിന് ഭയങ്കര താങ്ക്സ് ഉണ്ട്. ദേ വെയർ കോൺസ്റ്റൻ്റ്ലി അപ്ഡേറ്റിംഗ് മീ അബൌട്ട് ദിസ്, ലൈക്ക് ഇങ്ങനെ വണ്ടി എത്തി, വണ്ടിയുടെ കാര്യങ്ങളെത്തി, ക്ലസ്റ്റേഴ്സ് എത്തി, എല്ലാം കോൺസ്റ്റൻ്റ്ലി എനിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ കാര്യമാണ്. ഓക്കെ, ലൈക്ക് സർവീസിന് നോക്കുമ്പോൾ എനിക്ക് മെയിൻലി അത് പറയാനുള്ളത്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും സർവീസ് ആൾക്കാർ നമുക്കൊരു ഇമ്പോർട്ടൻസ് തരുവാണെങ്കിൽ ഇറ്റ്സ് കൈൻഡ് ഗ്രേറ്റ്. പിന്നെ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ ഓരോ ഉണ്ടാണെങ്കിൽ ജസ്റ്റ് മെയിൽ ചെയ്താൽ മാത്രം മതി ആറേക്ക്. അവർ ആറയുടെ മെയിൽ സിസ്റ്റമൊക്കെ ഭയങ്കര പെട്ടെന്ന് തന്നെ അവർ ചെയ്തു തരും. എല്ലാം എന്തൊക്കെയായാലും എല്ലാ വാറണ്ടി ഇഷ്യൂസ് എല്ലാം കവർ ചെയ്യുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തു തരും. അതിന് ഒരു ലാഗും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ വേറെ ഒന്നും പറയാനില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ആൻഡ് ഞാൻ ഐ നോ ദാറ്റ് ലൈക്ക് കഴിഞ്ഞ ഒരു 2-3 months ആയിട്ട് ഭയങ്കര ലോ ആയിരുന്നു, നോ വീഡിയോസ് അറ്റ് ഓൾ. ജസ്റ്റ് 1 video about the Himalayan BS6 2021. And so subscribe, like this video, and more videos are coming on the way. എനിക്ക് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസും ആൻഡ് കുറച്ച് ടൈമിൻ്റെ ഇഷ്യൂസ് കാരണമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ലൈക്ക് ഐ വിൽ ബാക്ക് ഓൺ ബിസിനസ്, ലൈക്ക് ട്രാവലിംഗ്, പിന്നെ റിവ്യൂസ്, കുറേ കാർസിൻ്റെ റിവ്യൂസ് വരാനുണ്ട്, കുറേ ബൈക്സിൻ്റെ റിവ്യൂസ് വരാനുണ്ട്. ആൻഡ് ഡു കമൻറ്റ്, എന്തെങ്കിലും ബൈക്സിൻ്റെയോ കാർസിൻ്റെയോ റിവ്യൂ വേണമെങ്കിൽ ഡു കമൻറ്റ്, ബിക്കോസ് ലൈക്ക് ഐ ആം ഇൻ ഡെസ്പറേറ്റ് നീഡ് ഓഫ് എന്താ പറയുക കൈൻഡ് സജഷൻസ്. സോ ബൈ, സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.